ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെയിൻ ടൈപ്സ് ഓഫ് ഏവിയേഷൻ ജോബ്സ്. അതായത് ഏവിയേഷൻ മേഖലയിൽ ഏതൊക്കെ കാറ്റഗറീസിലേക്കാണ് ജോബ്സ് അല്ലെങ്കിൽ ജോബ് ഓപ്പണിങ്സ് ഉള്ളത്, പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏവിയേഷൻ മേഖലയിലേക്ക് കയറാൻ ആഗ്രഹമുള്ളവർക്ക് ഏതൊക്കെ മേഖലയിലേക്ക് പോകാം, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് പോകാം എന്നതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ആക്ച്വലി ഏവിയേഷനിൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ആദ്യമേ ഞാൻ പറഞ്ഞുതരാം. ആസ് യു ഓൾ നോ, ദ ഫസ്റ്റ് വൺ ഈസ് ക്യാപ്റ്റൻസ്, പിന്നെ വരുന്നത് ക്യാബിൻ ക്രൂസ്, ഗ്രൗണ്ട് സ്റ്റാഫ്. ഈ ഗ്രൗണ്ട് സ്റ്റാഫിൽ തന്നെ കാറ്റഗറൈസ് ചെയ്യാം. കുറേ കാറ്റഗറീസ് ഉണ്ട്. ഒന്നാമത്തേതാണ് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ കാർഗോ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ് ATC, അതായത് എയർ ട്രാഫിക് കൺട്രോളേഴ്സ്. സോ ഇതാണ് ഏവിയേഷൻ്റെ കീഴിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് കാറ്റഗറി ഈസ് ട്രെയിനിങ് ഇൻസ്ട്രക്ടേഴ്സ്. ട്രെയിനിങ് ഇൻസ്ട്രക്ടേഴ്സ് ജോയിൻ ചെയ്ത കുട്ടികൾ, അതായത് വൺസ് ഇൻഡിഗോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എയർലൈൻസിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നവരാണ് ട്രെയിനിങ് ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവർക്ക് നമുക്ക് ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതായത് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും അടുത്ത ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഈ ട്രെയിനിങ് ഇൻസ്ട്രക്ടേഴ്സ്, അതായത് ഇതിൽ നിന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിന് തന്നെയാണ് പുറത്ത് ഏവിയേഷൻ അക്കാഡമിയിലേക്കും നമ്മൾ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഏവിയേഷൻ അക്കാഡമീസിനും അതുപോലെ തന്നെ ഇപ്പോൾ കോളേജുകളിൽ ആഡ് ഓൺ കോഴ്സായിട്ടും ഏവിയേഷൻ ഇൻസ്ട്രക്ടേഴ്സിനെ നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഏവിയേഷൻ ഇൻസ്ട്രക്ടേഴ്സിനെ തന്നെ അക്കാഡമീസും അല്ലെങ്കിൽ കോളേജുകളും ഹയർ ചെയ്യുന്നത്. ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് കോഴ്സുകളാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ക്യാപ്റ്റൻസിനാണെങ്കിൽ സെപ്പറേറ്റ് കോഴ്സായിരിക്കും അവരുടെ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ക്യാബിൻ ക്രൂസ്, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്സ്, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, കാർഗോ ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഇവർക്ക് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ളവർക്ക് ഒരുമിച്ച് ഒരു കോഴ്സിലായിരിക്കും പോവുക. അതുപോലെ തന്നെയുള്ളതാണ് ATC കൺട്രോളേഴ്സ്. ഇവരും സെപ്പറേറ്റ് ആണ്. ലൈക്ക് ക്യാപ്റ്റൻസിൻ്റെ ട്രെയിനിങ്സ് പോലെ തന്നെ ATC കൺട്രോളേഴ്സിനും അവർക്ക് സെപ്പറേറ്റ് ട്രെയിനിങ്സും കാര്യങ്ങളും ഉണ്ടാകും. ക്യാപ്റ്റൻസ് തുടങ്ങി ഏറ്റവും താഴത്തെ ഡിപ്പാർട്ട്മെൻറ്റ് വരെയുള്ളവർക്ക് ഇഷ്ടം പോലെ ജോബ് ഓപ്പണിങ്സ് ഉള്ള ഒരു മേഖലയാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏവിയേഷനിൽ ജോബ് കിട്ടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ എല്ലാവർക്കും സംശയമാണ്, നമുക്ക് പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമോ, കിട്ടുമോ എന്നുള്ള ഡൗട്ട്സ് കുറേ സ്റ്റുഡൻസിനുണ്ട്. പക്ഷേ ഇത്രയും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഏവിയേഷൻ ഇൻഡസ്ട്രിയിലായിരിക്കാം കൂടുതലുള്ളത്. സോ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളിലേക്ക്, എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്കൊരു ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോസിൽ പറയുന്നതായിരിക്കും. സോ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. താങ്ക് യു.